ഈ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും താമര ചിഹ്നത്തിൽ വോട്ടിടാൻ പറ്റുമോ എന്നൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. എല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ജോയിയെ തോൽപ്പിക്കുക. ജോയി തോൽപ്പിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. ആ മാർഗം കഹാറിനെ ജയിപ്പിക്കുക. നമ്മളെ ആൾക്കാരെല്ലാം വോട്ടും കഹാറിന് കൊടുക്കുക. ആ ഒരു 100 വോട്ടിനകത്തെങ്കിലേ കിട്ടാവും. അതോടുകൂടി അവൻ്റെ അഹങ്കാരം തീരും. ഇത് എത്ര പ്രാവശ്യം അനുഭവത്തിൽ കൂടെ വന്നിട്ടും പഠിക്കണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രയോ വർഷം കൊണ്ട് ഇത് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. BDJS ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഓക്കെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്നതിനിടെ വർക്കല മണ്ഡലത്തിൽ BJPക്കുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടായിരുന്ന വർക്കല സീറ്റ് BDJSന് വിട്ടുനൽകിയ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമാണ് പ്രാദേശിക പ്രവർത്തകരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ സീറ്റ് വിട്ടുനൽകിയത് LDF സ്ഥാനാർത്ഥി V ജോയിയുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ എന്നാണ് പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും വിലയിരുത്തൽ. BJP നേരിട്ട് മത്സരിച്ചിരുന്നുവെങ്കിൽ മണ്ഡലം പിടിച്ചെടുക്കാമായിരുന്നിട്ടും വിജയ സാധ്യത കുറഞ്ഞ ഘടകകക്ഷിക്ക് സീറ്റ് നൽകിയത് രാഷ്ട്രീയ ആത്മഹത്യയാണെന്നാണ് പ്രവർത്തകരുടെ ആരോപണം. സീറ്റ് വിഭജനത്തിലെ അതൃപ്തി പരസ്യമാക്കി BJP പ്രവർത്തകർ തമ്മിൽ കൈമാറിയ വാട്സ്ആപ്പ് ഓഡിയോ സന്ദേശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ കിടന്ന് ഈ സംസാരിക്കാതെ നിങ്ങൾ ഒരു കാര്യം എല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ജോയിയെ തോൽപ്പിക്കുക. ജോയി തോൽപ്പിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. ആ മാർഗം കഹാറിനെ ജയിപ്പിക്കുക. നമ്മളെ ആൾക്കാരെല്ലാം വോട്ടും കഹാറിന് കൊടുക്കുക. അല്ല നോട്ടക്കിട്ടെന്നും പറഞ്ഞ് ജോയി തോക്കൂല, ജോയി ജയിക്കും. അപ്പോൾ കഹാറിനെ ജയിപ്പിക്കണം. നമ്മളെ വോട്ടെല്ലാം കൂടെ കഹാറിന് കൊടുക്കുക. BDJS ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഓക്കെ. എല്ലാവരും കൂടെ ഒറ്റ തീരുമാനം ഇതെടുത്താൽ മതി. ഒരു 50 വോട്ടിനകത്ത് ഒരു 100 വോട്ടിനകത്തെങ്കിലേ കിട്ടാവും. അതോടുകൂടി അവൻ്റെ അഹങ്കാരം തീരും. ഇത് എത്ര പ്രാവശ്യം അനുഭവത്തിൽ കൂടെ വന്നിട്ടും പഠിക്കണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രയോ വർഷം കൊണ്ട് ഇത് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ BJP ജയിക്കാൻ ഏറ്റവും നല്ലൊരു ചാൻസ് ഉള്ള ഒരു മണ്ഡലമാണ് വർക്കല. അവിടെ ശോഭാ സുരേന്ദ്രനോ കുമ്മനം രാജശേഖരനോ B മുരളീധരനോ അങ്ങനെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ സുഖമായിട്ട് ജയിച്ചു വരേണ്ട ആളാണ്. വേറെ ആരോ ജയിപ്പിക്കാൻ പൈസ മേടിച്ചുകൊണ്ട് അങ്ങനെയുള്ള കളിയോ വല്ലതും ആയിരിക്കാം. അങ്ങനെയും നടത്തിക്കൂടാതില്ല. അങ്ങനെ വല്ലതും എന്തെങ്കിലും ആയിരിക്കും. ഇല്ലെങ്കിൽ ഇത് 2-3 പ്രാവശ്യം ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടും ഇങ്ങനെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 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 തെറ്റാവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് BDJSനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. കാരണം അവർ സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ എത്ര വോട്ട് കിട്ടുന്നു, BJP നിൽക്കുമ്പോൾ എത്ര വോട്ട് കിട്ടുന്നു എന്നുള്ള അവർക്കറിയാം. ഇതിപ്പം 3ാമത്തെ തവണയാണ് BDJSനെ നിർത്തുന്നത്. ഈ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും താമര ചിഹ്നത്തിൽ വോട്ടിടാൻ പറ്റുമോ എന്നൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. 1, 2, 3 തവണയൊക്കെ ആയാലും കുഴപ്പമില്ല. ഇനി അടുത്ത തവണയെങ്കിലും ഒന്ന് മാറ്റി പരീക്ഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുമാത്രമല്ല, ഇപ്പോൾ BJP ആണ് ഇവിടെ മത്സരിക്കുന്നതെങ്കിൽ നല്ല വോട്ടും കിട്ടും. BDJS ആണെങ്കിൽ വളരെ കുറച്ച് വോട്ട് കിട്ടുമെന്ന് ഈ 3ാമത്തെ പ്രാവശ്യവും മനസ്സിലായില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രവർത്തകർ പ്രതികരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന സൂചനയും ചില കേന്ദ്രങ്ങൾ നൽകുന്നുണ്ട്. BDJS സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ എത്രത്തോളം സ്വീകാര്യത ലഭിക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഈ നീക്കം UDFനും LDFനും ഒരുപോലെ ഗുണകരമാകുമെന്ന ഭയത്തിലാണ് BJPയിലെ ഒരു വിഭാഗം. എന്നാൽ ഔദ്യോഗികമായി പാർട്ടി നേതൃത്വം ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. വിസ്മയ ന്യൂസ്, വർക്കല.